ഇറാനിൽ ഹിജാബ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത യുവാവിനെ സർക്കാർ തൂക്കിലേറ്റി. പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ വധശിക്ഷയാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇതിനകം 500-ലേറെ വധശിക്ഷകൾ നടപ്പാക്കിയെന്നാണ് ഇറാൻ മനുഷ്യാവകാശ സംഘടനയുടെ വെളിപ്പെടുത്തൽ. ഭയപ്പെടുത്തി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തോടെയുള്ള വധശിക്ഷയെന്നാണ് സംഘടന ആരോപിക്കുന്നത്. 23-കാരനായ മൊഹ്സൻ ഷഗാരി എന്ന യുവാവിനെയാണ് വ്യാഴാഴ്ച രാവിലെ ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റിയത്. കവിളിൽ മർദ്ദനമേറ്റ പാടോടെ ഷഗാരി നടത്തുന്ന കുറ്റസമ്മത മൊഴിയുടെ വീഡിയോ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരുന്നു വധശിക്ഷാ വിവരം വാർത്താ ഏജൻസിയിലൂടെ സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം ക്രൂരമർദ്ദനത്തിലൂടെ യുവാവിനെ കുറ്റസമ്മതം നടത്തിച്ചുകൊണ്ട് വധശിക്ഷ നടപ്പാക്കുകയായിരുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കുകയും തെരുവിൽ പ്രതിഷേധിക്കുകയും ചെയ്ത കുറ്റമാരോപിച്ചായിരുന്നു വധശിക്ഷ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ നടത്തിയ ആദ്യ വധശിക്ഷ എന്നാണ് അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം ഇതിനെ വിശേഷിപ്പിച്ചത്. അതേസമയം ഇറാൻ 20-ലേറെ പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചു. ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരെ ഭയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത വ്യാജ പരീക്ഷണമാണിത്. ഇറാൻ അധികാരികൾ ഉടൻ തന്നെ എല്ലാ വധശിക്ഷകളും റദ്ദാക്കണം. പ്രതിഷേധങ്ങളിൽ സമാധാനപരമായി പങ്കെടുത്ത അറസ്റ്റിലായവർക്കെതിരെ എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അതേസമയം ഈ വർഷം മാത്രം ഇറാനിൽ 500-ലേറെ പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് നോർവേ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 4 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായും സംഘടന വെളിപ്പെടുത്തി. ഈ വർഷം നൽകിയ വധശിക്ഷകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിന് ഇടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. നിയമ നടപടികളൊന്നുമില്ലാതെയാണ് ഇവരെല്ലാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെന്ന് സംഘടന ആരോപിച്ചു. ഇവർക്ക് അവരുടെ വാദം അവതരിപ്പിക്കാൻ പോലും അവസരം നൽകിയില്ല. ഇങ്ങനെ വധശിക്ഷ നൽകുന്നതിലൂടെ പൊതുജനങ്ങളിൽ ഭയം സൃഷ്ടിക്കാനും പ്രതിഷേധത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുമാണ് ഇറാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും സംഘടനാ വക്താവ് വ്യക്തമാക്കി. 1979-ൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷം സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സമരക്കാരെ തടയാൻ ക്രൂരമർദ്ദന രീതികൾ നടപ്പാക്കിയിട്ടും പ്രതിഷേധക്കാരെ തടയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇസ്ലാമിക വിരുദ്ധ നീക്കങ്ങൾ നടത്തിയെന്നാരോപിച്ച് വധശിക്ഷ നടപ്പാക്കാൻ സർക്കാർ നീക്കം നടത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.